All of you take your textbook. But it will stop in last class. എവിടെ നമ്മൾ നിർത്തിയ ലാസ്റ്റ് ക്ലാസ്സില്? ഓർമ്മയുണ്ടോ എന്റെ മക്കൾക്ക് എന്താ പഠിച്ചെന്നെല്ലാം? ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 17. പേജ് നമ്പർ 17 എടുത്ത എല്ലാവരും. പേജ് നമ്പർ 17. My home. We discussed about my home in the last class, right? ഓർമ്മയുണ്ടോ? അത് മറന്നുപോയെല്ലാം ഒരാഴ്ച കഴിയുമ്പോഴത്തേനും. ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഓർമ്മയുണ്ട് അല്ലേ? Okay. In the last class we discussed our third chapter, my home. എടുത്തില്ലല്ലോ? My home miss പഠിപ്പിച്ചില്ലല്ലോ? Full പഠിപ്പിച്ചോ? Okay. I will read the text once. Miss ഒന്ന് വായിക്കാം. Okay, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. All of you take use your fingers to read. നിങ്ങളുടെ വിരലെടുത്തേ. കൈ തൊട്ട് വായിച്ചേ. Okay. തുടങ്ങാം. Okay. Some houses are big. First line. First line ആണ് മിസ് വായിക്കുന്നത്. വായിച്ചോ മിസ്സിന്റെ കൂടെ. സൗണ്ടിൽ മിസ്സിന് കേൾക്കാം. Some houses are big. Some houses are small. Second line ആണ് മിസ് വായിക്കുന്നത്. First line. Some houses are big. Second line. Some houses are small. Third line. മൂന്നാമത്തെ ലൈൻ നോക്കിയേ. Some houses are wide. Fourth line. Some houses are tall. The next stanza നോക്കുക. So many houses. Wherever I roam. Wherever I roam. Wherever I roam. But the very best one is my own. Not his. Is my own. Special home. Do you like your home? നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ വീട്? എത്ര പേർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ വീട്? കൈ കാണിച്ച മിസ്സിനെ. എല്ലാവർക്കും നിങ്ങളുടെ വീട് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. അലൻ ജോസഫ്. Where is Alan Joseph? എന്തുകൊണ്ടാണ് മോന്റെ വീട് ഇഷ്ടം? Why do you love your home? എന്തുകൊണ്ടാണ് മോന്റെ വീട് ഇഷ്ടം? പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഇഷ്ടം മോന്റെ വീട്? പറഞ്ഞോ. സ്മോൾ ആയോണ്ട് ഇഷ്ടമാണ്. പിന്നെ പിന്നെന്തുകൊണ്ടാ ഇഷ്ടം? കഴിഞ്ഞോ? ഇനി ആര് പറയും? ദേവർഷ. Do you love your home? ദേവർഷ. ഞാൻ പറയാതെ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ. അനാമിക ശ്രദ്ധിക്കവിടെ. ദേവർഷ, unmute yourself. Yes. എന്തുകൊണ്ടാ മോളുടെ വീട് ഇഷ്ടം? എന്തുകൊണ്ടാ ഇഷ്ടം? സ്മോൾ ആയതുകൊണ്ടാണ് ഇഷ്ടം. പിന്നെ ഹാദിയ, do you love your home? Okay. ഹാദിക്കുട്ടി,
Do you love your home? Yes. എന്റെ സ്വന്തം വീടായോണ്ട്. എന്റെ സ്വന്തം വീടായതുകൊണ്ടാണ് ഇഷ്ടം. പിന്നെയോ? മോളായോണ്ടാണ് ഇഷ്ടം. Okay. Yeah. Okay, look at your textbook. All of you look at your textbook. All of you look at your textbook. അതിനെ കുട്ടി പറയാനുണ്ടോ എന്തെങ്കിലും? പറഞ്ഞോ. അദീന സുനിൽകുമാർ. ഓക്കെ, പറഞ്ഞോ. എന്റെ വീട് ബിഗ് എനിക്ക് ഇഷ്ടം. മോളുടെ വീട് മോൾക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാ ഇഷ്ടം? ചെറുതായതുകൊണ്ടാണ്. ഓക്കെ, മിസ് കേട്ടിട്ടുണ്ടേ. Listen to your textbook. All of you listen to your textbook. Textbook നോക്കി എല്ലാവരും. First line. Some houses are big. Some houses are big. Big പറഞ്ഞാ എന്താ? Big പറഞ്ഞാ എന്താ? Big and small. Some houses are big. ചില വീടുകൾ എങ്ങനെയായിരിക്കും? വലിയതായിരിക്കും അല്ലേ? കണ്ടിട്ടില്ലേ നമ്മള്? Some houses are big. Houses എന്ന് പറഞ്ഞാൽ എന്താ? വീടുകളാണ് അല്ലേ? Some houses are big. വലിയതാണ് അല്ലേ? Okay. Some houses are small. ചില വീടുകൾ എന്തായിരിക്കും? ചെറിയതായിരിക്കും അല്ലേ? അല്ലേ? അപ്പൊ ഒന്നാമത്തെ ലൈൻ എന്താണ്? Some houses are big. പറയണ്ട, മിസ് പറയുമ്പോ പറഞ്ഞാൽ മതി. ഇനി സെക്കൻഡ് ലൈൻ എന്താണ്? Some houses are small. ഒന്നാമത്തത് ചില വീടുകൾ വലിയതായിരിക്കും, ചില വീടുകൾ ചെറുതായിരിക്കും അല്ലേ? മൂന്നാമത്തെ ലൈൻ നോക്കാം. തേർഡ് ലൈൻ നോക്കാം. Some houses are wide. What do you mean by wide? Wide എന്ന് പറഞ്ഞാൽ എന്താ? WIDE. Wide എന്ന് പറഞ്ഞാൽ എന്താ റിച്ചാർഡ്? അറിയില്ല. അപ്പൊ വൈഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അടിയിൽ വരച്ചേ. വൈഡ് ഇതുപോലെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. കണ്ടോ? വൈഡ് അണ്ടർലൈൻ ചെയ്ത എല്ലാവരും. വൈഡ് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിശാലമായത്, ഒരുപാട് സ്ഥലമുള്ളത്. വൈഡ്. ചില വീടുകളുടെ ഉള്ളിൽ എന്തായിരിക്കും? ഒരുപാട് സ്ഥലം ഉണ്ടാവും അല്ലേ? ചില വീടുകൾ കുഞ്ഞു വീടായിരിക്കില്ലേ? കുറച്ച് ചെറുതായിരിക്കില്ലേ അല്ലേ? Some houses are wide. Wide എന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലമായത് അല്ലേ? പാരന്റ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം മീനിങ് എഴുതാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് ലൈൻ, some houses are big, some houses are small, some houses are wide. ഒരുപാട് സ്ഥലമുള്ള വീടായിരിക്കും അല്ലേ? ഇനി ലാസ്റ്റ് ഫോർത്ത് ലൈൻ നോക്ക. Some houses are tall. Tall tree എന്ന് പറഞ്ഞാൽ എന്താ? Tall tree ഉയരമുള്ളതാണ് അല്ലെ? വലിയ ഉയരമുള്ളതാണ് അല്ലേ? അപ്പൊ some houses are tall. വലിയ നീളമുള്ളതായിരിക്കും, ഉയരമുള്ളതായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായ എന്റെ മക്കൾക്ക്? ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? TALL. ടോൾ ഉയരമുള്ളത്, പൊക്കമുള്ളതാണ്. മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് പാരന്റ്സ് ഹെൽപ്പ് ചെയ്യണേ. ടോൾ. Some houses are tall. കണ്ടോ? ടോൾ മിസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? കണ്ടില്ലേ മക്കള്? ഫോർത്ത് ലൈനിൽ ലാസ്റ്റ് വേർഡ് ടോൾ. വൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൈഡ് വിശാലമായത്. ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കമുള്ളത്, ഉയരമുള്ളത്. ആദ്യത്തെ ലൈൻ എന്താണ്? Some houses are big, some houses are small, some houses are wide, some houses are tall. ഇത്രയും മനസ്സിലായോ എന്റെ മക്കൾക്ക്? ഇത്രയും മനസ്സിലായവരൊന്ന് കൈപൊക്കിയേ. ഓക്കെ, ഇനി
നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിയാൽ നെക്സ്റ്റ് സ്റ്റാൻസ എന്ന് മിസ് പറയുന്നത് ഇതാണ് നെക്സ്റ്റ് സ്റ്റാൻസ. ഓക്കെ, ഈ 4 ലൈൻ, ആദ്യത്തെ 4 ലൈൻ നമ്മൾ പറഞ്ഞില്ലേ, ഈ നെക്സ്റ്റ് 4 ലൈൻ ആണ് മിസ് പറയുന്നത്. ഓക്കെ, മിസ് ഒന്നുകൂടി ആദ്യത്തെ 4 ലൈൻ വായിച്ചു തരാം. സം ഹൗസസ് ആർ ബിഗ്. Some houses are small. ഈ CQ എന്ന് എഴുതിയിട്ടുള്ള കുട്ടി ആരാണ്? നേരെ ഇരുന്ന മോനെ. ഓക്കെ, തേർഡ് ലൈൻ. Some houses are wide. Wide. Some houses are tall. ഇനി നെക്സ്റ്റ് 4 ലൈൻ നോക്കാം. അലൻ ജോസഫിന് ഉറക്കം വന്നിട്ടുണ്ട്. അലൻ സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് അലൻ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. സിറ്റ് ഡൗൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് 4 ലൈൻ നോക്കാം. So many houses. So many houses. So many houses. So many houses. അദീന സുനിൽകുമാർ മിസ് ഇവിടെ എല്ലാം കാണുന്നുണ്ട്, ശ്രദ്ധിച്ചിരുന്നേ. Wherever I roam. Wherever I roam. I roam. Don't unmute yourself. ആര് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ആര് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത്? Okay, listen here. So many houses. So many houses. Wherever I roam. Wherever I Wherever I roam. roam. Wherever I roam. But the very best one. But the very best one is my own special home. ഒന്നുകൂടി മിസ് വായിച്ചു തരാം. So many houses. So many houses. അനുഗ്രഹ എന്റെ കൂടെ വായിച്ചേ. So many houses. So many houses. Wherever I roam. But the very best one is my own special home. Meaning പറഞ്ഞു തരട്ടെ മിസ്. So many houses wherever I roam. ഇവിടെ I എന്ന് പറയുന്ന ആരാണ്? ഇവിടെ ഇത് എഴുതിയ പോയറ്റ് ആണ്. ഇത് എഴുതിയ ഈ പോയം എഴുതിയ ആളാണ് ഇവിടെ I, ഞാൻ അല്ലേ? ഞാൻ എത്രയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്, ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്, ഒരുപാട് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അല്ലേ? So many houses wherever I roam. Roam എന്ന് പറഞ്ഞാൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? Roam എന്ന് പറയാ. ഓക്കെ, മീനിങ് അറിയില്ലെങ്കിൽ എന്റെ മക്കളെ എഴുതി വെക്കണേ. Roam, wherever I roam. ഒരുപാട് വീടുകളുണ്ട് നമുക്കറിയാം അല്ലേ? നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരുപാട് വീട്ടിലെ, പക്ഷെ എവിടെ ഞാൻ പോയാലും, എത്ര വീട്ടിൽ ഞാൻ കയറി ഇറങ്ങിയാലും, but the very best one, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മികച്ചത് ഏത് വീട് തന്നെയാണ്? is my own special home. എന്റെ വീടാണ് അല്ലേ? എന്റെ സ്പെഷ്യൽ ഹോം ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എത്രയൊക്കെ വീട്ടിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ വീട്ടിൽ, ഒരുപാട് വീട്ടിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും, ഏറ്റവും ബെസ്റ്റ് വീട് ഏതാണ്? എന്റെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെ വരിക. നമ്മൾ ഒരുപാട് വീട്ടിൽ പോയി കഴിഞ്ഞാലും, എത്ര വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഇഷ്ടം ഏത് വീട് തന്നെയാ? നമ്മുടെ വീട് തന്നെയല്ലേ ഇഷ്ടം അല്ലേ? നമ്മുടെ വീടൊന്നും എത്തിയില്ലെങ്കിൽ അല്ലേ, നമ്മുടെ വീട്ടിലൊന്നൊക്കെ പോയി കിടന്നെങ്കിൽ അല്ലേ നമ്മൾ വിചാരിക്കുക
നമ്മുടെ വീട്ടിൽ പോവാനല്ലേ നമുക്ക് ഇഷ്ടം? നമ്മുടെ അച്ഛന്റെ അമ്മേനെയും കൂടെ നിൽക്കാനല്ലേ നമുക്ക് ഇഷ്ടം? അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ പോയം. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. സോ മെനി ഹൗസസ്, ഒരുപാട് വീടുകളാണ് അല്ലേ? സോ മെനി ഹൗസസ് wherever I roam, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷേ the very best one, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീട് ഏതാണ്? is my own special home, എന്റെ സ്പെഷ്യൽ ഹോം തന്നെയാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഇല്ലേ? നമ്മുടെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹമില്ലേ നമ്മുടെ വീട്ടില്? ഇല്ലേ? അവർ ഹോം ഇസ് ഫിൽഡ് വിത്ത് അവർ പാരന്റ്സ് ലവ്, റൈറ്റ്? അല്ലേ? നമ്മുടെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹമില്ലേ? ജൽവ ഫാത്തിമ, ജൽവ ഫാത്തിമ, what are you doing? Okay, that is a poem. Poem മനസ്സിലായോ എന്റെ മക്കൾക്ക്? പാഠം മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഏറ്റവും ബെസ്റ്റ് വീട് ഏത് തന്നെയാണ്? ബെസ്റ്റ് ഹോം ഏതാ? ഏതാ ബെസ്റ്റ് ഹോം? മൈ ഓൺ ഹൗസ് അല്ലേ? മൈ ഓൺ ഹോം, മൈ ഓൺ സ്പെഷ്യൽ ഹോം. വിച്ച് ഈസ് ദ ബെസ്റ്റ് ഹോം? മൈ ഓൺ സ്പെഷ്യൽ ഹോം. മൈ ഓൺ, മൈ ഓൺ, എന്റെ സ്വന്തമാണ് അല്ലേ? ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം, എന്റെ മാത്രം അല്ലേ? മൈ ഓൺ, എന്റെ മാത്രം സ്പെഷ്യൽ ഹോം ആണ്. ഓക്കെ, all of you stand up. All of you stand up. Okay, sit down. Stand up. Sit down. Okay, enough. ഇനി ആരാ ഇതൊന്ന് വായിക്കുക? ആരാ വായിക്കുക ഇതൊന്ന്? നമ്മുടെ ലെസൺ ആരാ വായിക്കുക? Anugraha, can you read it? Anugraha Bridget, can you read it? Okay, unmute yourself. Unmute yourself. Unmute ചെയ്തേ മോനെ. Okay, then read. We have some houses are big. Some houses are small. Some houses are wide. Some houses are tall. So many houses wherever I roam. but the very best But the very best one But the very one is my is my own is my one my own special home. special home. Thank you. Okay, enough. Next, Hadi Haider. Read the text. Some houses are big. Some houses are small. Some houses are wide. Some houses are Tall. tall. So many houses So many houses wherever I roam. wherever I roam. But the very best one But the very best one my own special my own special home. home. Okay. Okay, next. Who will read the next? Abel Matthew. Some houses are big. Some houses are small. Some houses are wide. Some houses are tall. So many houses wherever roam. Wherever I roam.
very best one. My own special home. Okay. Next, മിസ് ഇതുവരെ വായിപ്പിക്കാത്തവരെ നോക്കിയിട്ടാണ് വായിപ്പിക്കുന്നത്. ഇതുവരെ മിസ്സിന്റെ ക്ലാസ്സിൽ വായിപ്പിക്കാത്തവർ മാത്രം ഒന്ന് കൈപൊക്കിയേ. ജോവിൻ ജോമോൻ ആൻഡ് ജോയൽ ജോമോൻ. ഓക്കെ. Read. Some houses are small, some houses are very Wide. some houses are tall, so many houses wherever I roam. But very best one is my special own home. special home. Special home. Okay. Next, Aditya Navy. Aditya Navy. Read. Some houses are big, some houses are small, some houses are wide, some houses are tall. So many houses wherever I roam. But the very best one is my own special home. Very good. Next, who will read the next? Gia Rose Jason. Gia Rose Jason. Okay. Some houses are big, some houses are small, some houses are wide, some houses are tall. So many houses are very I roam, Wherever I But- roam. but the very best one is my home special home. Okay, next, Shahbara. Okay, read. Some houses are big, some houses are small, some houses are wide, Wide. some houses are tall. So many houses. So many houses Uh, wherever I roam. but So many houses, but wherever I roam. but the The very best one is my own special home. Okay. അപ്പം കുറെ ആൾക്കാര് വായിക്കുന്നത് കേട്ടല്ലോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. പോരെ? നിയാദാസ് കൂടി ഒന്ന് വായിച്ചേ. നിയാദാസ്. Okay, read. My home. Some houses are bigger, Some houses are bigger, some houses are small, some houses are small, some houses are wider, some houses are brighter, Wide. some tall, some houses are tall. tall. So many houses So many houses wherever I roam. wherever I roam. But the very Very best best one one is my own is my own special home. special home. Okay.
ബാക്കിയുള്ളവരെ കൊണ്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കുവേ. കേട്ടല്ലോ? Okay, Anamika, do you want to read? Anamika and Arjun, what are you doing there? Okay, unmute yourself, then read. Anamika Piraj. Unmute yourself. Can't you hear me? Anamika? You want to read, Anamika? No. Okay, then next. Enough. Fun to learn. Our first work is fun to learn. Can you see this? Fun to learn. Fun to learn. Fun to learn. Kanda ellavarum. Yes. Read and write. Read and write. വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ്. ഓക്കെ. എ എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് T for true and F for false. ഇതുപോലെ ചെയ്തിട്ടുണ്ടോ UKG-യില്? പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, നോക്കാം. റൈറ്റ് T for true. True എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായതാണ് അല്ലേ? ട്രൂ എന്ന് പറഞ്ഞാൽ സത്യം അല്ലെങ്കിൽ ശരിയായതാണ് ട്രൂ. ട്രൂ ലൈറ്റ്, നമ്മുടെ ട്രൂ ലൈറ്റിന്റെ ട്രൂ. ഓക്കെ. F for false. False എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റാണല്ലേ? false എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. ട്രൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ. false എന്താണ്? തെറ്റാണ്. ഓക്കെ. മിസ് കുറച്ച് അവിടെ ഒന്ന് രണ്ട്. ഓക്കെ, there are 4 sentences, 4 statements. 4 സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. മിസ് വായിക്കാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? അവിടെ ചെറിയൊരു കോളം കണ്ടോ? അവിടെ ടി എന്ന് എഴുതണം. ശരിയാണെങ്കിൽ ട്രൂ. ട്രൂവിന്റെ ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ട്രൂ. TRUE. ട്രൂ. ഓക്കെ. അമൃത, don't talk with others. Amrita. Okay. T for true. Okay, then next. F for false. അപ്പൊ false തെറ്റാണെങ്കിൽ നമ്മൾ എന്താ ഇടേണ്ടത്? false അല്ലേ? അപ്പൊ F ആണ്. മനസ്സിലായോ? ഓക്കെ. ട്രൂ ആണെങ്കിൽ T എഴുതുക, false ആണെങ്കിൽ F എഴുതുക. മിസ് വായിക്കാം. Some houses are big. അങ്ങനെയാണോ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്? Some houses are big എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ട്രൂ ആണോ false ആണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? ട്രൂ ആണ്. അപ്പൊ അവിടെ എന്തെഴുതും? എന്തെഴുതേണ്ടത് മക്കളെ? T ആണല്ലേ? എഴുതിക്കോ. T എന്ന് എഴുതി അവിടെ കോളത്തില്. കണ്ടോ? ഇതുപോലെ എഴുതിയ മക്കള് എഴുതിയ എല്ലാവരും? ബിയോണ കുട്ടി എഴുതിയോ? ട്രൂ. കണ്ടില്ലേ? T എന്ന് എഴുതിയ എല്ലാവരും? ഓക്കെ. Some houses are big. That is true. Okay. Second one. Some houses are square. Some houses are square. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ടെക്സ്റ്റ്? ഇപ്പൊ നമ്മൾ പോയതില് some houses are square എന്ന് പഠിച്ചോ? No. അപ്പൊ എന്താ എഴുതേണ്ടത്? false ആണല്ലേ? തെറ്റാണ്. എന്താ എഴുതേണ്ടത് അപ്പോ? F ആണ് എഴുതേണ്ടത്. F എഴുതിക്കോ. അവിടെ F എഴുതിക്കോ. F. F കണ്ടോ? F. Some houses are square. That is a wrong statement. തെറ്റാണല്ലേ? Okay. Take the next page. Take the next page. Next page എടുത്ത എല്ലാവരും? Third statement എന്താ നോക്കിയേ? Some houses are wide.
Some houses are wide. ശരിയാണോ തെറ്റാണോ? Is it true or false? ശരിയാണോ തെറ്റാണോ? വേഗം പറഞ്ഞോ. ശരിയാണല്ലേ? ഇങ്ങനെ നമ്മൾ പോയത്തെ പഠിച്ചിട്ടില്ലേ? Some houses are wide. വിശാലമായതായിരിക്കുന്ന പഠിച്ചിട്ടില്ലേ ജൽവ ഫാത്തിമ? Sit properly. നേരെ ഇരുന്നേ ജൽവ ഫാത്തിമ. Okay. Some houses are wide. അപ്പൊ അവിടെ എന്താ എഴുതണ്ടേ? True ആണോ false ആണോ? T ആണോ F ആണോ എഴുതേണ്ടത്? ഒന്ന് പറഞ്ഞേ. T ആണോ എഴുതേണ്ടത് F ആണോ എഴുതേണ്ടത്? T ആണല്ലേ? Then write T. T. In fourth one, some houses are tall. Some houses are tall. ഉയരമുള്ളതായിരിക്കും പഠിച്ചിട്ടുണ്ടോ നമ്മള്? Some houses are tall എന്ന് പഠിച്ചിട്ടുണ്ടോ? Gia Rose Jason പഠിച്ചിട്ടുണ്ടോ നമ്മള്? Some houses are tall എന്ന്. Say yes or no. Say yes or no. Yes. Then write true. T. അലൻ ഉറക്കം വന്നിട്ട് പറ്റുന്നില്ലല്ലോ അലൻ. Write T. കണ്ടോ? മിസ് എഴുതിയ പോലെ തന്നെ എഴുതണം, മാറ്റരുതേ. നീ കുട്ടി കണ്ടില്ലേ മോളെ? Yes. Next one answer this question ആണ്. വേണ്ട അതിന്ന്. അപ്പൊ നമ്മുടെ പോയ ഒന്നുകൂടി എടുത്തേ. നമ്മുടെ ലെസൺ തേർഡ് ലെസൺ ഒന്നുകൂടി എടുത്തേ. എടുത്തോ? ഒന്നുകൂടി വായിക്കാം, ഒറ്റ പ്രാവശ്യം കൂടി. ഓക്കെ, എന്റെ കൂടെ സൗണ്ടിൽ വായിക്കണേ. Some houses are big. Some houses are big. Read loudly. മക്കള് കുറച്ച് സൗണ്ട് കുറച്ച് വായിച്ചോ. Some houses are big. Some houses are big. Some houses are small. Some houses are small. Some houses are wide. Some houses are wide. Some houses are tall. Some houses are tall. The next one. So many houses. So many houses. Wherever I roam. Wherever I roam. But the very best one. But the very best one Is is my own my own special home. special home. Anamika, listen here, Anamika. Okay, that's enough for today. ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് വരില്ലേ? വരുവോ? നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് വരുവോ? നല്ല മക്കളായിട്ട് വരുവോ? വരുവോ അല്ലേ? പൊന്നു മക്കളാണേ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? Shall we wind up? Shall we wind up the class? Okay, bye. For that I have to take the attendance. പോകരുതേ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. Okay, then bye. See you in the next class.